ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തനിനാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം മാറ്റിയിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു 400 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണിത്. അപ്പോൾ 400 ഗ്രാം എന്ന് പറയുമ്പം ഉണ്ട ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 മീഡിയം സൈസിലുള്ള ഒരു 2 ഉണ്ട ശർക്കര എടുത്താൽ മതി. നന്നായിട്ട് കുറുക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് ആ ശർക്കര അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് അരിച്ചെടുത്താൽ മതി. ഇത് തണുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് പാളയംകോടൻ പഴമാണ് വേണ്ടത്. ഇപ്പം നാടൻ പാളയംകോടൻ പഴം ഒരു 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പഴവും ഒരെണ്ണത്തിൻ്റെ പകുതി മതി നമുക്ക്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണിത്. ഇനി നമുക്കിത് 3 എണ്ണവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ശർക്കര പാനിയിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ശർക്കര പാനി എന്ന് പറയുമ്പോൾ അത് എടുത്തു വെച്ചിരിക്കുന്ന പാനി മുഴുവനായിട്ട് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് നമുക്കിത് മൊത്തവും അരച്ചെടുക്കാം. ഇപ്പോൾ 2 തവണയായിട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ പകുതി പച്ചരിയും ഒരു 1/2 കപ്പ് പാനിയും ഒഴിച്ചിട്ട് പകുതി പഴവും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ആദ്യത്തെ റൗണ്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം പഴം എന്ന് പറയുന്നത് നാടൻ ഉണ്ണിയപ്പത്തിന് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാളയംകോടൻ പഴം തന്നെ വേണം. അത് തന്നെ ചോദിച്ച് വാങ്ങിക്കാം. അത് തീരെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പച്ചപ്പഴം ഉണ്ടല്ലോ, റോബസ്റ്റ, അത് ഒരു പഴം എടുത്താൽ മതി. രണ്ടാമത്തെ റൗണ്ട് ഇടുവാണ്. ബാക്കി 1/2 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് 3ാമത്തെ പഴം നമ്മൾ ഇട്ട് കൊടുക്കുക. 3ാമത്തെ പഴം, ഇത് 4ാമത്തെ പഴമാണ്. 4ാമത്തെ പഴത്തിൻ്റെ പകുതി മതി. കാരണം മധുരവും വെള്ളത്തിൻ്റെ ഒരു അംശവും അല്ലെങ്കിൽ കൂടിപ്പോവും. പഴം കൂടുതലായാലും എണ്ണ ഒരുപാടായിട്ട് കുടിക്കും. അപ്പോൾ നമുക്ക് പാകം ടേസ്റ്റ് വരാനായിട്ട് 3 പഴം മതി. ഇനി പഴം തീരെ ചെറിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം ചേർക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള നാടൻ പഴമായിരുന്നു. അപ്പോൾ പഴം ചെറിയ രീതിയിൽ അതിനകത്ത് കട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. അതൊക്കെ ഉണ്ണിയപ്പമായിട്ട് വരുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പം ഇത് ഇച്ചിരി ഇഡലി മാവ് മാതിരി ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ ലൂസായിട്ട് വരണം. പിന്നെ നമ്മൾ അരയ്ക്കുമ്പം നല്ല തരികളോട് കൂടിയാണ് അരയ്ക്കേണ്ടത്. ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 1/4 കപ്പ് ശർക്കര പാനിയാണ് നമ്മൾ 2 കപ്പ് പച്ചരി അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെച്ചേക്കണം. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ട് 8 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 മണിക്കൂറോളം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. കാണുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും അതിൽ തോന്നില്ല. പക്ഷെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഒരു നുള്ളുപ്പ് മതി. ആ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ചില ശർക്കരയ്ക്കൊക്കെ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു ഓർഗാനിക് ശർക്കരയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് അധികം ഉപ്പൊന്നുമില്ല, നല്ല മധുരമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എള്ള് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എള്ള് ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഉണ്ണിയപ്പക്കാര അടുപ്പിൽ വയ്ക്കുക. അത് നന്നായിട്ട് ചൂടാക്കുക. അതിന് നിറച്ച് എണ്ണ ഒഴിക്കണം. നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് അധികം എണ്ണ ചൂടാകുന്നതിന് മുമ്പായിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഹോളിൻ്റെ 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ച് നിറയ്ക്കാവുള്ളൂ. അങ്ങ് ഫുള്ളായിട്ട് നിറച്ചെടുക്കരുത്. കാരണം നമ്മൾ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിലും വലിപ്പത്തിലായിരിക്കും ഉണ്ണിയപ്പം തയ്യാറായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിറച്ചൊഴിക്കരുത്. അപ്പോൾ അതിൻ്റെ അകമൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഉണ്ണിയപ്പക്കാര നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കുന്ന വഴിക്ക് തന്നെ അതൊരു ഷേപ്പ് ആയ ശേഷം തനിയെ അതിങ്ങനെ തിരിഞ്ഞ് വരും. പക്ഷേ ഇരുമ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് മൊരിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിട്ട് വരുള്ളൂ. അത് തിരിച്ചിടാനായിട്ട് വിട്ട് വരുള്ളൂ.
അപ്പം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പക്കാര തന്നെയാണ് നല്ലത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തിരിച്ച് മറിച്ച് വിട്ട് ആ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ മുരിച്ചെടുക്കണം. കാരണം അത് തനിയെ തിരിഞ്ഞ് തിരിഞ്ഞ് വരും. പിന്നെ മാത്രമല്ല അത് ആ എണ്ണയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സൈഡ് ശരിയായി കഴിയുമ്പോൾ മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടുക. അങ്ങനെ ഒരുപാട് സമയം ഇട്ടേക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല കുഴിയുള്ള കാരയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉൾവശം വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് മുരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല പഴം നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 3.5 പഴമാണ് 2 കപ്പ് അരിക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം വെച്ചേക്കാനായിട്ട് പറ്റില്ല. ഒരു മാക്സിമം 3 ദിവസം, 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് കൺസ്യൂം ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരു കനച്ച് എന്താ പറയുക, എണ്ണയൊന്ന് പഴയതായതിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് വരും. മാത്രമല്ല പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി നാൾ വെച്ചേക്കാനും പറ്റില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയാണ് നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് തിരിച്ചിടാനായിട്ട് ഈ രീതിയിലുള്ളൊരു പപ്പടത്തിൻ്റെ കമ്പി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുക്കുക. പുറം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പം നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.